കാത്തിരുന്ന് മടുത്തോ? ഇല്ലടോ. ഇതാണ് എന്റെ അനിയത്തി ചിന്നുമോള്. ചിന്നുമോള് ചേച്ചി അറിയോ? പിന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, രേവതി ചേച്ചി. അമ്പടി മിടുക്കി. ഞാൻ ഊഞ്ഞാലാടിക്കോട്ടെ? സൂക്ഷിച്ചു പോ, മഴ പെയ്തെടുക്ക തെന്നു. ഹായ് രാഹുൽ, ഇതാണ് എന്റെ ഫ്രണ്ട് രേവതി. താൻ വിഷമിക്കണ്ടോ? തന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അന്ന് അങ്ങനെയൊക്കെ തന്നെ പറയും. എന്തായാലും നല്ല ആത്മാർത്ഥമുള്ള ഫ്രണ്ടാ. കൂട്ടുകാരിക്ക് വേണ്ടിട്ടാണല്ലോ വഴക്ക് പറഞ്ഞത്. നമുക്കൊരു കോഫി കുടിച്ചാലോ? വാന്നേ. അയ്യോ ചിന്നുമോളെ. ചേച്ചി മോളെ വാ. തന്നെക്കുറിച്ച് എനിക്കറിയാം, പക്ഷേ എന്നെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല. കൈക്കുഞ്ഞാർന്നപ്പോൾ തന്നെ ജന്മം തന്നവർ സെൻറ് ജോസഫ് ഓർഫനേജിന് മുമ്പിൽ ഉപേക്ഷിച്ചതാണ് എന്നെ. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. സഹോദര സ്നേഹം എനിക്ക് കിട്ടിയിട്ടുമില്ല. ഓർഫനേജിൻ്റെ 4 ചുവരുകൾക്കിടയിൽ ഒറ്റപ്പെട്ടവനായിരുന്നു ആദ്യമൊക്കെ ഞാൻ. പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് ആൻ്റണിയും വിജയും ഷാനവാസും ഓരോരുത്തരായി കടന്നു വന്നു. ഒരേ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോകുന്നതും വൈകുന്നേരങ്ങളിലെ കളിയുമൊക്കെ. ആ ബന്ധം ഇന്ന് ഞങ്ങൾ തുടരുകയാണ്. ഒരമ്മ പെറ്റ മക്കളെ പോലെ സഹോദരങ്ങളായി, അതിലുപരി സുഹൃത്തുക്കളായി ഞങ്ങൾ എന്നും കഴിയുന്നു. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും തനിച്ചൊരു ജീവിതം വേണം. ഭാര്യയും കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബജീവിതം. ഒരനാഥനായതുകൊണ്ട് പെണ്ണ് തരാൻ മടിക്കുന്നവരാണ് നമ്മുടെ സമൂഹം. നിന്നോട് തന്നെ തുറന്നു ചോദിക്കാൻ ഒരു മടിയാണ്. പക്ഷേ ചോദിക്കാതിരിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അത്രയ്ക്ക് നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. എസ് ആയാലും നോ ആയാലും ഞാനതങ്ങനെയായിരിക്കും.